നമസ്കാരം. ലതാ ശർമ്മയ്ക്ക് മതമൈത്രി പുരസ്കാരം സമർപ്പിച്ചു. ഹൃദയം മറ്റൊരാൾക്ക് നൽകുന്നതും അതിന് സമം നൽകുന്ന കുടുംബവും നന്മത്വത്തിന്റെ പ്രതീകമാണെന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിപുറം അഭിപ്രായപ്പെട്ടു. 2015 മസ്തിഷ്കമരണം സംഭവിച്ച തിരുവനന്തപുരം സ്വദേശി അഡ്വക്കേറ്റ് നീലകണ്ഠ ശർമ്മയുടെ ഹൃദയം കൊച്ചി സ്വദേശി മാത്യു അച്ചാടന് നൽകുവാൻ തയ്യാറായ ലതാ ശർമ്മയ്ക്ക് മതമൈത്രി പുരസ്കാരം സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മളിവിടെ ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്ര നാൾ കൂടി ജീവിക്കണം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ പറയും. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഈ സ്കൂളിൽ പഠിച്ചിരുന്ന മകനെയും മകളെയും പഠിപ്പിച്ച് അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ച്, ഞാൻ അച്ചാടനെ പറ്റി തിരിച്ചു വരികയാണ്, ഓടിച്ച് അവരെ പഠിപ്പിച്ച് ഒരാള് ബാംഗ്ലൂരും വേറൊരു വ്യക്തി ജർമ്മനിയിലുമാണ് ഒരു മകള്. ആ രീതിയിൽ ആ കുടുംബത്തെ പറക്കുമറ്റാത്ത കുട്ടികളെ ഒരു നിലയിൽ എത്തിച്ച ശേഷമാണ് മാത്യു അച്ചാടൻ നമ്മൾ തിരിയുന്നത്. ആ 10 വർഷം അതിനേക്കാൾ വലിയ ഒരു സംഭാവന അല്ലെങ്കിൽ ഒരു ദാനം ഒരു വ്യക്തിക്ക്, ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് ആർക്ക് നൽകാനാവും? ലതാ ശർമ്മയ്ക്കല്ലാതെ. ചാവറ കൾച്ചർ സെന്ററും കേരള ദർശനവേദിയും സംയുക്തമായാണ് മതമൈത്രി പുരസ്കാരം ചടങ്ങ് സംഘടിപ്പിച്ചത്. വ്യാഴാഴ്ച തിരിച്ചു വന്നപ്പോൾ എഴുതി ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ തന്നെ ഡോക്ടർ വേറെ ഒന്നും സംഭവിച്ചില്ല, വേറെ ഒരു മാറ്റമില്ല. രാവിലെ വന്നു. അപ്പൊ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡിന്റെ അനിയനും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയില്ല എന്താണ് എഴുതേണ്ടത്. അപ്പൊ അനിയനാണ് പറഞ്ഞത് ഓൾ വൈറ്റൽ ഓർഗൻസ് എന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെയാണ് എഴുതി കൊടുത്തത്. ഓൾ വൈറ്റൽ ഓർഗൻസ് എല്ലാം എടുത്തോളാം. അന്നത്തെ കാലത്ത് ആദ്യമായാണ് തിരുവനന്തപുരത്ത് നിന്നും ഹൃദയം എയർക്രാഫ്റ്റ് വഴി കൊച്ചിയിൽ എത്തിച്ചത്. ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകുവാനും വിജയകരമാക്കുവാൻ സാധിച്ചതിലും അന്ന് അതിന് സമ്മതം നൽകിയ ലതാ ശർമ്മയെ നേരിൽ കാണുവാനും അവരെ ആദരിക്കുവാൻ സാധിച്ചതിലും സന്തോഷമുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇത് ഒരു ചരിത്ര നിയോഗമാണ്. മറ്റുള്ള അനേകർക്ക് പ്രചോദനം നൽകുവാൻ സാധിക്കുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. അന്നത്തെ ശസ്ത്രക്രിയക്ക് സഹായങ്ങൾ നൽകിയത് ഇറാം ഹോൾഡിംഗ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് ആണ്. അപ്പൊ ഇവരെ കൊണ്ടുവരാനുള്ള നേവൽ എയർക്രാഫ്റ്റിനുള്ള ഒരു ചെലവാണ് ഏകദേശം 8 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അപ്പം ഈ പരിയാര ഗ്രാമത്തിലെ വ്യക്തികളെല്ലാം കൂടി കളക്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ഹൃദയ ശസ്ത്രക്രിയക്ക് മാത്രം തികയുന്നൊരു തുകയാണ്. കാരണം ഇങ്ങനെ ഒരു അഡീഷണൽ ചെലവുണ്ടാകും എന്നുള്ളത് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് പത്രമാധ്യമങ്ങളിലൂടെ വന്നപ്പോഴത്തേക്കുമാണ്. 2ാമത്തെ ദിവസം എനിക്കൊരു കോൾ വരികയാണ്. സിദ്ദിഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തി, ഇറാം ഗ്രൂപ്പിന്റെ ചെയർമാൻ, അദ്ദേഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ ബിജോയ് ഇരിക്കുന്നത്. ഡോക്ടർ, ഈ എയർലിഫ്റ്റിനുള്ള പൈസ ഞാൻ തന്നോളൂ. ചാവറ കൾച്ചർ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് CMI അധ്യക്ഷത വഹിച്ചു. മെട്രോ റെയിൽ മാനേജിംഗ് ഡയറക്ടറും മുൻ DGPയുമായ ലോക്നാഥ് ബെഹ്റ, കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ, കേരള ദർശനവേദി ചെയർമാൻ MB മത്തായി, KSRTC മുൻ ഡയറക്ടർ സലിം P മാത്യു, ദർശനവേദി ഡയറക്ടർ ടോമി മാത്യു, ജനറൽ സെക്രട്ടറി കുമ്പളം രവി, ലതാ ശർമ്മ എന്നിവർ പ്രസംഗിച്ചു.